എഴുതി ജീവിക്കുക എന്ന കാര്യത്തെക്കുറിച്ച് പറഞ്ഞല്ലോ. മുമ്പേ പറഞ്ഞു എഴുത്തുകാർ ഒരുപക്ഷെ ഏറ്റവും ബഹുമാനിക്കപ്പെടുന്നൊരു സ്ഥലം, അല്ലെങ്കിൽ എഴുത്ത് ഏറ്റവും ബഹുമാനിക്കപ്പെടുന്ന സ്ഥലമാണ് കേരളം. അതേസമയം തന്നെ എഴുത്തുകാർക്ക് എഴുതി ജീവിക്കാനുള്ള സാഹചര്യവും ഇവിടെയില്ല. നമ്മൾ എഴുത്തുകാരെ ആഘോഷിക്കുന്നുണ്ട്, പലപ്പോഴും കൊണ്ടാടുന്നുണ്ട്, പുസ്തകങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. പക്ഷേ നല്ല ലിറ്ററേച്ചർ എഴുതി ജീവിക്കാനുള്ള സാഹചര്യം കേരളത്തിലുണ്ടോ എന്ന് വളരെ സംശയമാണ് ഇപ്പോഴും. അതിന് ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. ഇപ്പോൾ എസ് കെ പൊറ്റക്കാടിൻ്റെയും ബഷീറിൻ്റെയും കാര്യം പറഞ്ഞു. പക്ഷേ അന്നത്തെ കാലത്തെ ഏകരസം വായനയായിരുന്നു. വേറൊരു രസമൊന്നില്ലായിരുന്നു. കാരണം അന്ന് മനുഷ്യൻ എല്ലാവരും അക്ഷരം പഠിച്ചു തുടങ്ങിയ കാലമാണ്, എല്ലാവരും വായിക്കാൻ തുടങ്ങിയ കാലമാണ്. ആ സമയത്തെ ഒരേ ഒരു രസം വായനയാണ്. അതുകൊണ്ട് ആൾക്കാരെ വായനയിലോട്ട് തിരിഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. അല്ല, നല്ല ലിറ്ററേച്ചർ ഇന്നും വായിക്കുന്നൊരു വളരെ ഒരു ചെറിയ ന്യൂനപക്ഷമാണ്. നല്ല ലിറ്ററേച്ചർ എഴുതി ജീവിക്കാം എന്ന് കരുതുന്നത് അതൊരു സാഹസികതയാണെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ മാത്യുസിയറിനൊക്കെ ഇരിപ്പുണ്ട്. മാത്യുസിയറിൻ്റെ ചാവുനിലെന്ന് പറഞ്ഞ നോവൽ എഴുതി 25 വർഷം കഴിഞ്ഞാൽ ആൾക്കാർ പിന്നെ ശ്രദ്ധിച്ചു തുടങ്ങി. പിന്നെ പതിപ്പുകളൊക്കെ വരാൻ തുടങ്ങിയത് അതിന് ശേഷമാണ്. ഇവിടെ ഞാനും മാത്യുസിയറിനും പോയി പറയുമായിരുന്നു, സന്ധ്യാമേരി എന്ന് പറഞ്ഞൊരു എഴുത്തുകാരിയുടെ മരിയ വെറും മരിയ എന്ന് പറഞ്ഞ നോവല്, അത് പ്രസിദ്ധീകരിച്ചിട്ട് ഇപ്പോൾ 3-4 വർഷമായി. അതും ഒരാളും ഇവിടെ ശ്രദ്ധിച്ചില്ല. അതിപ്പോൾ JCBയുടെ ലോങ് ലിസ്റ്റ് വന്നപ്പോഴാണ് കുറച്ച് പേരൊക്കെ ശ്രദ്ധിക്കുന്നത്. ഇംഗ്ലീഷ് വന്നു കഴിഞ്ഞാൽ ശ്രദ്ധിച്ചത്. അതുകൊണ്ട് തന്നെ നമുക്കിവിടെ എഴുതി ജീവിക്കുക എന്നൊരു ഇപ്പോഴും ഒരു സാഹസികതയാണ് നമുക്ക്. അതുതന്നെയല്ല, നമ്മുടെ ബുക്കുകൾ ഒരിക്കലും ഒരു പരിധി വിട്ട് ഇൻ്റർനാഷണലി ശ്രദ്ധിക്കപ്പെടുന്ന ബുക്കുകളൊന്നും ഇവിടെ നിന്ന് ഉണ്ടായിട്ടില്ല. നമ്മളിപ്പോഴും പറയാറുണ്ട്, മലയാളത്തിൽ നിന്നുള്ള ബുക്കുകൾ കേരളത്തിന് വെളിയിലേക്ക് ഇപ്പോൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് ധാരാളമായിട്ട് പോകുന്നുണ്ട്. ഇപ്പോൾ ബെന്യാമിൻ്റെ ബുക്കുകൾ പോകുന്നുണ്ട്, മീരയുടെ പോകുന്നുണ്ട്, ബിനോയുടെ പുറ്റ് പോയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് പുതിയ എഴുത്തുകാരുടെ പുസ്തകങ്ങൾ ഹാർപ്പറും പെൻഗ്വിനും ഒക്കെ എടുക്കുന്നുണ്ട്. പക്ഷെ ഒരിക്കലും അതൊരു പരിധി വിട്ട് നമ്മുടെ രാജ്യം വിട്ട് അതിൻ്റെ വായന ഒരിക്കലും നടക്കുന്നില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഒരു നല്ല വായനക്കാരുടെ ഒരു ചെറിയ സമൂഹമേ ഇവിടെ ഉള്ളതെന്ന് എനിക്ക് തോന്നുന്നു. അല്ലാത്തൊരു സമൂഹം എപ്പോഴും ഒരു രാഷ്ട്രീയ വായന നടത്തുന്ന വായനക്കാരുടെ സമൂഹമാണ്. ഇപ്പോൾ ഞാനെപ്പോഴും ഉദാഹരണമായിട്ട് പറയാറുണ്ട്, ഈ സന്തോഷ് ചിക്കാനത്തിൻ്റെ ബിരിയാണി എന്ന് പറഞ്ഞ കഥ നല്ല കഥയാണ്. പക്ഷേ അതിലും വളരെ മനോഹരമായ നായിക്കാപ്പ് എന്ന് പറഞ്ഞ കഥ ഇവിടെ ആരും ചർച്ച ചെയ്യുകയോ വായിക്കുകയോ ചെയ്തില്ല. അത് നമ്മുടെ ഒരു സ്ഥലത്തിൻ്റെ ഒരു പ്രത്യേകത. നമ്മളെപ്പോഴും ഒരു സാമൂഹ്യ വിഷയമായിട്ടോ അല്ലെങ്കിൽ പണ്ട് ബിനോയ് പറഞ്ഞ പോലെ ഒരു പ്രശ്നമേഖലയായിട്ടോ ആണ് സാഹിത്യത്തെ കാണുന്നത്. എന്തെങ്കിലും പ്രശ്നം ലിറ്ററേച്ചറിൽ പറയുന്നുണ്ടോ എന്നത് മാത്രമാണ്. വളരെ ലൗഡായ ലിറ്ററേച്ചറാണ് പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുന്നത്. അതാണ് എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം. ഈ എഴുതി ഹരീഷ് ഭായി പറഞ്ഞ ഒരു കാര്യമില്ല. എനിക്ക് തോന്നുന്നത് ഒരു അധ്യാപനം കൂടെ ആയതുകൊണ്ട് ഞാൻ ആ ഏരിയ കൂടെ ഒന്ന്, സന്തോഷ് സാറ് അധ്യാപകനായിരുന്നു, അതുകൊണ്ട് ആ ഏരിയയും കൂടെ ഒന്ന് പറഞ്ഞു പോവുകയാണ്. നമ്മുടെ പാഠ്യപദ്ധതി തന്നെയാണ് അതിനകത്ത് മെയിൻ ഒരു പ്രശ്നം. പാഠ്യപദ്ധതിയിൽ സാഹിത്യം എന്ന് പറയുന്നത് ഞാനൊക്കെ അധ്യാപനം തുടങ്ങുന്ന സമയത്ത് തന്നെ 8 പ്രശ്നമേഖലകളാണ് പാഠ്യപദ്ധതിയിലുള്ളത്. പട്ടിണി, സ്ത്രീ സമത്വം, പിന്നെ ജാതി, ദളിത്, പരിസ്ഥിതി, ഇങ്ങനെ പറഞ്ഞ 8 പ്രശ്നമേഖലകളാണ്. അപ്പോൾ ഈ 8 പ്രശ്നമേഖലയിലായിട്ട് സാഹിത്യത്തെ അങ്ങ് തിരിച്ചു. ഇതിൽ വെച്ചിട്ടാണ് ഒരുമാതിരി ഇപ്പം ജീവിക്കുന്ന മുഴുവൻ ആളുകളെന്ന് പറഞ്ഞാൽ, ഞാൻ ആ തലമുറയ്ക്ക് ശേഷം ഈ പ്രശ്നമേഖല പാഠ്യപദ്ധതിയിൽ വന്നതിന് ശേഷം ഉണ്ടായിട്ടുള്ള വായിക്കുന്ന തലമുറ മുഴുവൻ ഒരു കഥ എടുത്ത് വായിച്ചാൽ ഇതേത് പ്രശ്നമേഖലയിൽ ഉൾപ്പെടുത്താമെന്നാണ് ആദ്യം ആലോചിക്കുക. എന്നിട്ടാണ് ബാക്കി അതിൻ്റെ ആസ്വാദനം നടക്കുക. അപ്പം സംഭവിക്കുക എന്ന് വെച്ചാൽ ചില കഥ പ്രശ്നമേഖലയിൽ പെടുമല്ലേ. ഇപ്പം മലയാളം വാരികയിൽ C. സന്തോഷ് കുമാറിൻ്റെ ഒരു കഥ വന്നിട്ടുണ്ട്, നമ്മുടെ കിഴക്കേതിലെ വീടെന്ന് പറയുന്നത്. കിഴക്കേതിലെ വീടെന്ന് പറയുന്ന കഥയിൽ നമ്മൾ പ്രശ്നമേഖല അന്വേഷിച്ചാൽ ചിലപ്പോൾ കാണില്ല. പക്ഷെ അതൊരു മനോഹരമായ ഒരു കഥയായിട്ട് നിൽക്കുന്നു. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പം ഈ പാഠ്യപദ്ധതി വലിയ പ്രശ്നമാണ്. ഈ എഴുതി ജീവിക്കുന്ന കാര്യത്തിലും എന്നോട് ഒരു കണ്ണൂർ സർവകലാശാലയുടെ പാഠ്യപദ്ധതി ഉണ്ടാക്കുന്ന സമയത്ത് അവിടുത്തെ ഒരു ടീച്ചർ നമ്മളോട് ഒരു ഉപദേശം ചോദിച്ചു. ഈ മലയാളം BAയ്ക്കൊന്നും ഇപ്പോൾ ഒരു മനുഷ്യൻ ചേരുന്നില്ല. കാരണം ചേർന്നിട്ട് സ്കൂളിൽ B.Ed എടുക്കാമെന്നല്ലാണ്ട് വേറെ ഒരു തൊഴിലും അതുകൊണ്ട് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഞാനൊക്കെ മലയാളം BAയ്ക്ക് പോകുന്ന വേറെ ഒരൊന്നും പഠിക്കാനുള്ളൊരു ബുദ്ധി തലച്ചോറിലില്ലാത്തത് കൊണ്ട് മാത്രമാണ്, വേറെ ഒരു സയൻസും കണക്കും ഒന്നും വായിച്ചാൽ മനസ്സിലാവില്ലാത്തത് കൊണ്ട് മാത്രമാണ് നമ്മൾ മലയാളം BA ഭാരത് കോളേജിൽ പോയി പഠിച്ചത്. അങ്ങനെ വന്നു. അപ്പോൾ ഈ കോഴ്സൊന്ന് ആകർഷണീയമാക്കാൻ എന്ത് ചെയ്യണം? ഇതിനെ ഒന്നൊരു പ്രൊഫഷണൽ കോഴ്സാക്കി എടുക്കാൻ എന്ത് ചെയ്യണം? ഇതിനെന്തെങ്കിലും സാധ്യതയുണ്ടോ? അപ്പം ഞാൻ പറഞ്ഞത്, നമ്മളൊക്കെ ഇപ്പോൾ ഈ സിനിമയും ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെടുന്നതുകൊണ്ട് കുറേ സാധ്യതകൾ ഇതിനകത്തുണ്ട്. കാരണം ഈ സ്ക്രിപ്റ്റ് ഇപ്പം നമ്മൾ ഏത് സിനിമാ ലൊക്കേഷനിൽ പോയാലും ഒരു 10 പേരെ പരിചയപ്പെട്ട 9 പേര് സ്ക്രിപ്റ്റുമായിട്ട് നടക്കുന്നവരാണ്. പക്ഷേ അതൊന്നും ഏണും കോണും ഒത്തിട്ടില്ല. അപ്പോൾ ഈ സ്ക്രിപ്റ്റ് ഡോക്ടർ എന്ന് പറയുന്നത് നല്ലൊരു ബിസിനസ്സാണ്. ഇപ്പം ഞാൻ ആലോചിക്കുന്നൊരു കാര്യമാണ്, ഏണും കോണും ഒപ്പിച്ചു കൊടുക്കുക, ഒരു ഫീസ് മേടിക്കുക. അപ്പം ഇഷ്ടം പോലെ സിനിമാ സ്ക്രിപ്റ്റും കൊണ്ട് ആൾ വരും. ഇത് ഈ പണി അറിയണം.
ഈ സ്ക്രിപ്റ്റ് ഡോക്ടർ എന്ന് പറയുന്ന പരിപാടി, അതുപോലെ കമ്പനികളിൽ മുഴുവൻ കണ്ടൻറ് റൈറ്റേഴ്സിനെ വേണം, ഈ പ്രസിദ്ധീകരണശാലകളിൽ എഡിറ്റേഴ്സിനെ വേണം. അങ്ങനെ നമുക്ക് ധാരാളം ഓപ്പർച്യൂണിറ്റി മലയാള ഭാഷ പഠിച്ചവർക്കുണ്ട്. അപ്പോൾ ഇതിങ്ങനെയൊക്കെയുള്ള കുറേ സാധ്യതകളുണ്ട്. പരസ്യം എഴുതാം, അങ്ങനെയൊക്കെ. ഇപ്പം ഞാനൊരു പരസ്യത്തിന്, നമ്മുടെ സുഹൃത്തുണ്ട്, അപ്പം അവനൊരു ക്യാപ്ഷൻ എഴുതി കൊടുത്താൽ ഒരു 10,000 രൂപ കിട്ടും. ഒരു സെൻറ്റൻസ് എഴുതി കൊടുത്താൽ മതി. അപ്പം ഞാൻ പറയുന്ന ഇത്രയും സാധ്യത മലയാള ഭാഷയ്ക്കുണ്ട്. പക്ഷേ അപ്പോൾ ടീച്ചർ എന്നോട് ചോദിച്ചൊരു കാര്യം, അതൊക്കെ ശരിയാണ്, ഇങ്ങനെയൊക്കെ ഉള്ള കോഴ്സുകൾ ഉണ്ടാക്കാം, പക്ഷേ ഇതാര് പഠിപ്പിക്കും? ഇത് പഠിപ്പിക്കാനുള്ള സാഹിത്യകാരന്മാരോ BA-യോ MA-യോ മലയാളമോ നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടില്ല. അധ്യാപകരെപ്പോഴും ഞങ്ങളെ ഇത് പഠിപ്പിക്കാൻ പറഞ്ഞാൽ നമുക്ക് നടക്കില്ല. കാരണം നമ്മൾ എഴുത്തച്ഛനെയും കുമാരനാശാനെയും ആ സാധനത്തിൻ്റെ വ്യാകരണവും കേരള പാണിനി 1900-ങ്ങളിൽ ആ പുള്ളിയുടെ കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടി എഴുതി വെച്ച വ്യാകരണം നമ്മളിപ്പോഴും പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് മാത്രമാണ്. അത് കഴിഞ്ഞ് മലയാള ഭാഷ ഇങ്ങനെ വളർന്ന് പോകുമ്പോൾ ആ വളർച്ചയുള്ള ഭാഷയുടെ വ്യാകരണത്തെ ഒന്ന് പുതുതായി നിശ്ചയിക്കാൻ ആരുമില്ല, അതിനുള്ള ബുദ്ധിയുള്ളവരില്ല. വ്യാകരണം പുതിയ ഭാഷയുടെ ചങ്ക് ബ്രോ, അതിൻ്റെ സമാസവും സന്ധിയും ഒക്കെ ഒന്ന് കണ്ടുപിടിച്ച് എഴുതാൻ നമുക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ സാധിക്കില്ല. പിള്ളേരോട് നമ്മൾ ചങ്ക് ബ്രോ എന്ന് പറഞ്ഞ കാര്യമുള്ളൂ. അല്ലാണ്ട് ഇപ്പം നെന്മണി എന്നുള്ളത് നമ്മൾ പിരിച്ചെഴുതാൻ കൊടുത്തിട്ട് നെൽ പ്ലസ് മണി, അപ്പം നെന്മണി എന്താണെന്ന് ചിലപ്പം കുട്ടിക്കറിയില്ല. അതേസമയം ചങ്ക് ബ്രോ അവനറിയാം. അങ്ങനെ ഞാൻ പറയുന്നത് ഇത്തരത്തിൽ വ്യാകരണത്തെ പുതുക്കാനുള്ള ഒരു ധിഷണാശൈലി അശേഷിയുള്ള ആളുകൾ മലയാള അധ്യാപന രംഗത്തുനിന്ന് ഇല്ലാതായിരിക്കുന്നു. അതാണ് വായനയെയും എല്ലാത്തിനെയും ബാധിക്കുന്നതിൻ്റെ ഒരു കാര്യം. അതാണ് അവിടെയാണ് ഇത്തരം ഇതിനുള്ള പ്രസക്തി, ഇത്തരം ഫെസ്റ്റിവലുകളുടെ പ്രസക്തി ഞാൻ കാണുന്നത്. ഇതിനെ യുവാക്കളുടെ ഇടയിലേക്ക് സാഹിത്യത്തെ എത്തിക്കാൻ പറ്റും. അപ്പോൾ ഒരു പണ്ട് പറഞ്ഞ പോലെ തന്നെ ഈ സിനിമയെ നമ്മൾ എഴുതാൻ വരുമ്പം നമ്മുടെ ആളുകളെല്ലാം പറയുന്നുണ്ട്, മോനെ സാഹിത്യത്തെ നശിപ്പിച്ചേക്കല്ലടാ, സാഹിത്യത്തെ കൊല്ലരുതേ എന്ന് പറഞ്ഞാൽ നമ്മളൊരു 10 പൈസ മേടിക്കുന്നത് ഇയാൾക്ക് കണ്ണിൽ കണ്ടുകൂടാ. അതാണ് ഒരു 10 പൈസ എഴുതി ഉണ്ടാക്കുന്നത്. നിങ്ങൾ സീരിയൽ എഴുതാൻ പോയപ്പോൾ കുറേ പേര് ഉപദേശിച്ചില്ലേ, എൻ്റെ പൊന്നുമക്കളെ സാഹിത്യത്തെ കൊന്നേക്കട, വ്യഭിചരിക്കരുതടാ സാഹിത്യത്തെ. നമ്മൾ വേറെന്തോ പണിയെടുക്കാൻ പോകുന്ന പോലെയാണ് സിനിമയ്ക്ക് എഴുതാനും സീരിയൽ എഴുതാനും വരുന്നത്. അപ്പം അതിനെ മറികടക്കുക, അതും പ്രൊഫഷണലായിട്ടുള്ള എഴുത്താണ്, അതിനും സ്കില്ല് വേണം, അതിന് കൃത്യമായ ഇത് വേണം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ സിനിമ ഡയലോഗുകൾ വളരെ പ്രധാനമാണ്. നമ്മുടെ കഥയെയും സ്ഥാനത്തേക്കും ഒക്കെ വളരെ മാറ്റിക്കളയും. ഇപ്പം ഞാനിപ്പം ഡയലോഗ് എഴുതാൻ മെയിനായിട്ട് നോക്കുന്നത് ഈ നമ്മുടെ സോഷ്യൽ മീഡിയയിലെ കമൻസാണ്. സോഷ്യൽ മീഡിയ കമൻറ്റുകൾ നമ്മളിങ്ങനെ വായിക്കുമ്പോൾ ഭയങ്കര രസകരമായിട്ട് അത് യൂട്യൂബിന് താഴെയുള്ള കമൻറ്റ്, ഓരോ പോസ്റ്റുകൾക്കും താഴെയുള്ള കമൻറ്റ് വളരെ ഭംഗിയായിട്ട്. കഴിഞ്ഞ പ്രാവശ്യം EP ജയരാജൻ ഈ ഇൻഡിഗോ വിമാനത്തിൽ കയറി പോയല്ലോ. അപ്പം ഞാൻ അതിൻ്റെ താഴേക്കുള്ള കമൻറ്റുകൾ, ആ വാർത്തയുടെ താഴേക്കുള്ള കമൻറ്റുകൾ വായിക്കുമ്പോഴത്തേനും എന്ത് രസമാണെന്നറിയാം. ഭയങ്കര, ഇവിടെ പറയാൻ പറ്റിയല്ല, നിലപാടുള്ള നേതാവ്, പിതാവിന് മുന്നേ ജനിച്ചവൻ എന്നൊക്കെയുള്ള കമൻറ്റുകൾ അടിച്ചു വരികയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഞാൻ പറയുന്നത് ഇങ്ങനെയൊക്കെയുള്ള ഈ സമൂഹത്തിൻ്റെ ഭാഷയിൽ നിന്ന് നിലനിൽക്കുന്നത് സോഷ്യൽ മീഡിയ കമൻറ്റുകളിലാണ്. ആ ലൈവായിട്ട് നമ്മൾ പണ്ട് ചായക്കടയിലിരുന്ന് പറഞ്ഞ ആ സാധനം, നമ്മൾ പണ്ട് വായനശാലകളിലിരുന്ന് ചർച്ച ചെയ്ത ആ ഭാഷ സോഷ്യൽ മീഡിയ കണ്ടൻറ്റുകളിലാണ്. അതിലേക്കാണ് എനിക്ക് തോന്നുന്നത് മനോരമയും DC-യും ഒക്കെ ഫോക്കസ് ചെയ്യുന്ന ഫെസ്റ്റിവലുകൾ അതിലേക്കാണെന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. ഇപ്പോൾ ഈ ബിനോയ് പറഞ്ഞ ഇതേ സംഭവം, ഇപ്പോൾ ഇത്തരത്തിലുള്ള ലക്ഷ്യങ്ങൾ, അതായത് സാഹിത്യത്തെ ജനകീയവൽക്കരിക്കുക, പിന്നെ അതുമാത്രമല്ല ഈ മലയാള സാഹിത്യം പഠിക്കുന്നതിലൂടെ ആ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് നാളെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ്, പുതിയ പിന്നെ ജോലി സാധ്യതകൾ ഉണ്ടാക്കുക എന്നൊക്കെ ഉള്ള ആലോചനയുടെ ഭാഗമായിട്ടാണ് മലയാള സർവകലാശാല പോലുള്ള ഒരു സർവകലാശാലയൊക്കെ ഇവിടെ തുടങ്ങുന്നത്. ഇപ്പം എന്തായി അതിൻ്റെ സ്ഥിതി? കാരണം ഈ പറയുന്ന സംഭവം തന്നെയാണ്. അവിടെ സാഹിത്യ പഠനം, അതായത് ക്രിയേറ്റീവ് റൈറ്റിംഗ് ഐച്ഛിക വിഷയമായിട്ട് എടുത്തുകൊണ്ടൊക്കെയാണ് ആൾക്കാർ പഠിപ്പിക്കുന്നത്. പറയുമ്പോൾ കുറ്റം പറയുന്നു വിചാരിക്കരുത്. കാരണം ഈ വലിയ യൂണിവേഴ്സിറ്റികളിലൊക്കെ എനിക്ക് വലിയ വിവരമൊന്നുമില്ല. വലിയ യൂണിവേഴ്സിറ്റികളിലൊക്കെ അവിടെ ക്രിയേറ്റീവ് റൈറ്റിംഗ് പഠിപ്പിക്കുന്നവരൊക്കെ വൻ കാഴ്ചകളാണ് വന്നിട്ട് അവിടെ ക്ലാസ്സും മറ്റെല്ലാം എടുക്കുന്നതും. അപ്പോൾ ഉള്ള ക്രിയേറ്റിവിറ്റിയും പോകുന്ന രീതിയിലാണ് ഇത്തരത്തിലുള്ള സർവകലാശാലയുടെ നടത്തിപ്പ് എന്നാണ് ഞാൻ പറഞ്ഞതല്ല, എനിക്ക് കേട്ടൊരറിവ്. അപ്പോൾ ഈ രീതിയിൽ അത് ഒരു ക്രിയാത്മകമായിട്ട് ഇതിനെ ഉപയോഗപ്പെടുത്തുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. കാരണം വായനക്കാരിൽ ഇപ്പോൾ ഹരീഷ് പറഞ്ഞ പോലെ
ഇതൊരു വലിയ എൻ്റർടൈൻമെൻറ്റിൻ്റെ കാലഘട്ടമാണ്. ഈ എൻ്റർടൈൻമെൻറ്റിൻ്റെ കാലഘട്ടത്തിൽ പണ്ട് പറഞ്ഞു മലയാളമാനോ അല്ല മറ്റേ ഈ മാതൃഭൂമിക്കും അതുപോലെ തന്നെ കലാകൗമുദിക്കും എത്ര റീഡേഴ്സാണ് മറ്റേത് മറിച്ചെന്ന് പറഞ്ഞാൽ. കാരണം ആ കാലഘട്ടത്തിൽ എന്തില്ല, വേറെ ഒരു എൻ്റർടൈൻമെൻറ്റും ഇല്ല, ഇത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആൾക്കാർക്ക് വേറെ പിന്നെ ഇതില്ല. അപ്പോൾ വേറെ സാധ്യതകളില്ലാത്തത് കൊണ്ടാണ് അന്ന് ലിറ്ററേച്ചർ അത്രയും കൂടുതൽ വായിക്കപ്പെട്ടത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഈ എൻ്റർടൈൻമെൻറ്റിൻ്റെ ഒരു കാലഘട്ടത്തിൽ വായിക്കില്ല എന്ന് തീരുമാനിക്കുന്ന ഒരു സമൂഹത്തെ, മറ്റ് പല സാധനങ്ങളിലേക്കും പോകുന്ന സമൂഹത്തെ വായനയിലേക്ക് പിടിച്ചു കൊണ്ടുവരേണ്ട ഉത്തരവാദിത്തം എഴുത്തുകാരനും കൂടി ഉണ്ട് എന്നുള്ളതാണ്. അത്തരത്തിലുള്ള എഴുത്താണ് യഥാർത്ഥത്തിൽ ഇവിടെ വരേണ്ടത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഭാഷ ലളിതവൽക്കരിക്കുക എന്ന് പറഞ്ഞത് സാഹിത്യം ലളിതവൽക്കരിക്കുക എന്നുള്ളതല്ല. ലളിതമായ ഭാഷയിൽ എഴുതുക എന്ന് പറഞ്ഞാൽ വലിയ പാടാണ്. ഒരു ഭയങ്കര ക്ലിഷ്ടമായ ഒരു ഭാഷയിൽ എഴുതുന്നതിനേക്കാളും ഭയങ്കരമാണ് ലളിതമായ, അത് MT തന്നെ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഭാഷയിലേക്ക് സാഹിത്യത്തെ കൊണ്ടുവരിക, അത് പരമാവധി ഇപ്പോൾ ഞങ്ങളുടെ തലമുറയിലുള്ള എല്ലാ ആൾക്കാരും, ഇപ്പോൾ ഇവനാണെങ്കിലും ഞാനാണെങ്കിലും ഒക്കെ തന്നെയും ഈ രീതിയിൽ തന്നെയാണ് നമ്മൾ അത് എടുത്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഈ സിലബസിൻ്റെ കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാലും സിലബസിലും ഇപ്പം ഞാൻ ചോദിക്കട്ടെ, ഞാൻ പഠിക്കുന്ന സമയത്ത് ഞാൻ മലയാളമാണ് പഠിച്ചത്. ആ സമയത്ത് മറ്റേ ഇത് BCom പഠിക്കാനുണ്ടായത് AR രാജരാജവർമ്മയുടെ ഇതാണ്. ഞാൻ എന്ത് കാര്യമാണെന്ന് ആലോചിച്ചത്. AR രാജരാജവർമ്മേനെ BCom പഠിക്കേണ്ട വല്ല കാര്യമുണ്ടോ? അവൻ ജീവിതത്തിൽ പിന്നെ ഈ പറഞ്ഞ പോലെ നേരത്തെ ബുദ്ധിജീവി ആയ പോലെ ആയിരിക്കും അവൻ്റെ അവസ്ഥ. പിന്നെ ജീവിതത്തിൽ അവൻ മലയാള സാഹിത്യം കൈകൊണ്ട് തൊടൂല. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ സിലബസ് കുറേ മണ്ടന്മാർ ചേർന്നിട്ട് ഉണ്ടാക്കുന്ന സിലബസാണ്. ഇത്തരത്തിലുള്ള ഈ സിലബസ് എന്നൊക്കെ ഈ മണ്ടന്മാരെയൊക്കെ ഒഴിവാക്കിക്കൊണ്ട് ലിറ്ററേച്ചറിനെ എപ്പോഴും നമ്മളിപ്പോൾ ഒരു സാഹിത്യ സദസ്സിലേക്ക് നമ്മളൊരു സാഹിത്യ സദസ്സ് നടത്തും വിചാരിക്കും. നേരെ കൊണ്ടുവന്നിട്ട് അവിടെ മറ്റേ ഈ ഖസാക്കിൻ്റെ ഇതിഹാസം, ഞാനും നേരത്തെ പറഞ്ഞാൽ നമ്മളത് ഇപ്പോൾ വായിക്കുമ്പോഴാണ് രവിയുടെ പോയിൻ്റ് ഓഫ് വ്യൂവിലെല്ലാം നമ്മളിത് വായിക്കുന്നത്. അതിലൊരുപാട് അതിൻ്റെ പരിസ്ഥിതിയും അതിൻ്റെ സാമ്പത്തിക ശാസ്ത്രവും അതിലുള്ള മതേതരത്വവും ഒക്കെ തന്നെ അതിനകത്തുണ്ട്. ആ സാധനങ്ങളൊക്കെ ആയിരുന്നു വായിക്കേണ്ടിരുന്നത്. പക്ഷേ അന്നത്തെ ഒരു കാലഘട്ടത്തിലെ ബുദ്ധിജീവികൾ ഇതിനെ വായിച്ചത്. ഇപ്പോൾ നമ്മളിപ്പോൾ രണ്ടാമത് എടുക്കുമ്പോഴാണ് കാലാവസ്ഥയൊക്കെ എന്ത് കൃത്യമായിട്ടാണ് അതിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സംഭവത്തിലായിരുന്നു, ഈ ഒരു പേഴ്സ്പെക്റ്റീവിലായിരുന്നു അത് വായിക്കേണ്ടിയിരുന്നത്. പക്ഷേ ആ ഒരു കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് ഒരു എക്സിസ്റ്റൻഷ്യലിസമൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ അത് വായിക്കപ്പെട്ടത് രവിയുടെ കാഴ്ചപ്പാടിൽ എന്നുള്ളതാണ് സംഭവം. രവി അതിലൊരു കഥാപാത്രമേ അല്ല. എനിക്ക് തോന്നിയിട്ട് അതിൽ രവി ഇല്ല ആ നോവലിൽ എന്നാണ് എനിക്ക് യഥാർത്ഥത്തിൽ തോന്നിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ നേരെ കൊണ്ടുവന്നിട്ട് ഇപ്പോൾ നോക്കുമ്പോൾ ഈ പറയുന്ന പോലെ ഈ അങ്ങനത്തെ ഒരു പുസ്തകം വായനക്ക് എടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? പിന്നെ ഇതിൽ ആരെങ്കിലും വരുമോ? ഞാൻ പറയുന്നത് അതല്ല. ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ലളിതമായിട്ടുള്ള ഒരു പുസ്തകമാണ് ആദ്യം വായിക്കാൻ വേണ്ടി കൊടുക്കേണ്ടത്. ആദ്യം വായിക്കാൻ വേണ്ടി കൊടുത്തിട്ട് ഗ്രാജുവലി ഈ സമൂഹത്തെ, ഇത് കഥകളി കാണുന്ന പോലെ തന്നെയാണ് ഈ വായനയിലേക്ക് വരുന്നത്. പെട്ടെന്ന് ഒരുത്തം വന്നിട്ട് ഈ പറയുന്ന പോലെ സീരിയസ് ആയിട്ടുള്ള വായനയിലേക്കൊന്നും വരില്ല. മെല്ലെ ഗ്രാജുവലി അവനെ കൊണ്ടുവരണം, മെല്ലെ നമ്മൾ അവനെ സാഹിത്യത്തിലേക്ക് കൊണ്ടുവന്നിട്ട് ഒരു നല്ല വായനയിലേക്ക് അവനെ പിന്നെ എടുക്കുക എന്നുള്ളതാണ്, ഇടുക എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഇപ്പോൾ ഈ പറയുന്ന പോലെ ഹോർത്തൂസ് അടക്കമുള്ള ഈ പറയുന്ന ഈ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ, ഇപ്പോൾ പലപ്പോഴും പറയുന്നത് ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ കൊണ്ട് ഇപ്പോൾ കാല് തടഞ്ഞിട്ട് നടക്കാൻ പറ്റേണ്ട എന്നുള്ളത് ലിറ്ററേച്ചർ പക്ഷേ അങ്ങനെയല്ല നമ്മളതിനെ നോക്കേണ്ടത്. കാരണം ഇങ്ങനെ നിരന്തരമായിട്ട് ഈ ഫെസ്റ്റിവലുകൾ വരികയും ചർച്ചകൾ നടക്കുകയും അത് ഒന്നുകിൽ നല്ല ക്രിയാത്മകമായ ഫെസ്റ്റിവൽസ് ആയിരിക്കാം. പക്ഷേ എന്താണെങ്കിലും അതൊക്കെ തന്നെ മലയാള സാഹിത്യത്തിന് എന്ത് മാത്രമേ ഉണ്ടാവുള്ളൂ? ഗുണം മാത്രമേ ഉണ്ടാവുള്ളൂ. ഇപ്പം നമ്മൾ നോക്കുക, നമ്മളെല്ലാം ഫോട്ടോ ആരെടുത്ത്? നമ്മളൊക്കെ ഫോട്ടോ ആരാണ് എടുത്തിരിക്കുന്നത്? ഒരു മനുഷ്യൻ പോലും എടുക്കാത്ത സമയത്താണ് ആകെ വില കിട്ടുന്നത്. എപ്പോൾ? ഫെസ്റ്റിവലിന് പോയിട്ട് നിൽക്കുമ്പോൾ മാത്രമേ 10 ആൾ വന്നിട്ട് നമ്മുടെ സെൽഫി എടുക്കുന്നുള്ളൂ. അല്ലാതെ ആര് സെൽഫി എടുക്കാനാണ്? ആര് തിരിച്ചറിയുക? എനിക്കും ഇല്ല, അങ്ങനത്തെ അനുഭവം ഒന്നും ഉണ്ടായിട്ടൊന്നുമില്ല. അപ്പോൾ എഴുത്തുകാരനെ മനസ്സിലാക്കുന്നതും പിന്നെ ഇതേപോലെ തന്നെ ഈ പറയുന്ന പോലെ മാതൃഭൂമിയിലൊക്കെ ഈ എഡിറ്റേഴ്സ്, പുതിയ എഡിറ്റേഴ്സ്, അപ്പോൾ ആ എഡിറ്റേഴ്സൊക്കെ വരുമ്പോഴാണ് കമൽറാം സജീവനെ പോലത്തെ ആൾക്കാരൊക്കെ വരുന്ന സമയത്താണ് ഈ എഴുത്തുകാരൻ്റെ ഫോട്ടോവും ഫ്രണ്ട് കവറിലേക്ക് വരുന്നതും. അങ്ങനെയൊക്കെ വരുമ്പോൾ മാത്രമേ എഴുത്തുകാരനോട് ഒരു വില ഉണ്ടാവുള്ളൂ. ഞാനിപ്പോൾ ഏത് പത്രമാണെന്ന് ഞാൻ പറയുന്നത്, ഒരു സിനിമാക്കാരൻ്റെ ഇവിടെ അവാർഡ് കിട്ടിക്കഴിഞ്ഞാൽ എവിടെ കൊടുക്കുന്നു? സംസ്ഥാന അവാർഡാണ് കിട്ടുന്നത്. ഈ കൂറ സിനിമക്ക് ഇവിടെ സംസ്ഥാന അവാർഡ് മേടിച്ചിട്ട് ഈ വലിയ ഫോട്ടോ ആണ്.
മറ്റേ ഇന്നത്തെ സംസ്ഥാന അവാർഡ് മറ്റേത്. ഒരു എഴുത്തുകാരൻ്റെ ഫോട്ടോസ് പണ്ടത്തെ കാലഘട്ടത്തിൽ ഇവിടെ സംസ്ഥാന അവാർഡ് കിട്ടുന്ന സമയത്ത്, സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടുന്ന സമയത്ത് ഫ്രണ്ട് പേജിലാണ് അന്ന് ഇട്ടുകൊണ്ടിരുന്നത് ഇല്ലേ? ആ സാധനം എവിടെ പോയി? ഏത് പേജിലേക്ക് പോയി? അത് എത്രയോ പിറകിലാക്കി. അപ്പോൾ ഇതിൻ്റെ പിറകിൽ ആർക്കും ഉത്തരവാദിത്വമുണ്ട്? പത്രസ്ഥാപനങ്ങൾക്കും ഉത്തരവാദിത്വമുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ ഇത്തരത്തിലുള്ള പത്രസ്ഥാപനങ്ങളും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ഫെസ്റ്റിവലും ഈ പറയുന്ന പോലെ സിലബസുകളും സർക്കാരും അതിൻ്റെ കൂടെ തന്നെ ഈ പറയുന്ന വായനക്കാരും എല്ലാം ചേർന്നുകൊണ്ട് മാത്രമേ ഈ സാഹിത്യത്തെ ജനകീയവൽക്കരിക്കാൻ വേണ്ടി, അതായത് നല്ല അർത്ഥത്തിൽ ജനകീയവൽക്കരിക്കാൻ വേണ്ടിയിട്ട് പറ്റുകയുള്ളൂ എന്നാണ് എൻ്റെ അഭിപ്രായം. സന്തോഷ് ക്രിയേറ്റീവ് റൈറ്റിംഗ് പഠിപ്പിക്കുന്നതിൻ്റെ കാര്യം പറഞ്ഞല്ലോ. നോർവേ എന്ന് പറഞ്ഞ രാജ്യത്ത് ക്രിയേറ്റീവ് റൈറ്റിംഗ് പഠിപ്പിക്കുന്ന ആളാണ് ഫോസെ എന്ന് പറഞ്ഞ കഴിഞ്ഞ നോബൽ സമ്മാനം കിട്ടിയ ആൾ. അദ്ദേഹം ക്രിയേറ്റീവ് റൈറ്റിംഗ് പഠിപ്പിച്ച ആളാണ് നൗസ്ഗാർഡ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ വലിയ എഴുത്തുകാരൻ, ഏറ്റവും കൂടുതൽ വിൽക്കപ്പെടുന്ന എഴുത്തുകാരൻ. അത്ര ഗൗരവത്തോടെ അവർ ക്രിയേറ്റീവ് റൈറ്റിംഗ് പഠിപ്പിക്കുന്നതിനെ അവിടെ കാണുന്നത്, ഒരു വളരെ പ്രാധാന്യത്തോടെ കാണുന്നത്. ഇവിടെ എങ്ങനെയാണെന്ന് നമുക്കറിയാം. പിന്നെ എനിക്ക് തോന്നുന്നത് ഈ പുതിയ തലമുറ അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ വായിക്കുന്നില്ലെന്ന് നമ്മൾ കരുതുന്നുണ്ടല്ലോ, അതിന് പലപ്പോഴും കാരണം നമ്മൾ എഴുത്തുകാരോടെയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഞാനൊരു അത്യാവശ്യം ആർട്ട് ആസ്വദിക്കുന്ന ഒരു പയ്യനുമായിട്ട് സംസാരിച്ചപ്പോൾ അവൻ പറഞ്ഞത് നമ്മളെല്ലാവരും എഴുതുന്ന വിൻറ്റേജ് ജീവിതമാണെന്നാണ് പറഞ്ഞത്. പഴയകാല ജീവിതം നമ്മൾ എഴുതുന്നത്, പഴയകാലം അവരുടെ ജീവിതവുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ജീവിതമാണ് നമ്മൾ പലപ്പോഴും എഴുതുന്നത്. ഇതിനെക്കുറിച്ച് നമ്മളൊരു ആത്മവിശ്വാസം നടത്തേണ്ട ആവശ്യമാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. കാരണം നമ്മൾ മലയാളത്തിൽ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിലോ മലയാളത്തിലോ വരുന്ന കഥകൾ, അല്ലെങ്കിൽ നമ്മളൊക്കെ എഴുതുന്ന നോവലുകൾ, ഇതൊക്കെ നമ്മൾ വായിച്ചു നോക്കിയാൽ, ആത്മപരിശോധനയുടെ ഭാഗമായിട്ട് നമ്മൾ വായിച്ചു നോക്കിയാൽ പുതിയ തലമുറയ്ക്ക് താല്പര്യമുള്ള എന്താണ് അതിനകത്തുള്ളത്, അവരുടെ ജീവിതവുമായിട്ട് ഏത് തലത്തിലാണ് നമ്മൾ ബന്ധപ്പെടുന്നതെന്നുള്ളത് നമ്മൾ ആലോചിച്ച് നോക്കേണ്ട ഒരു കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. നമ്മളിപ്പോഴും നൂറുകണക്കിന് തെയ്യത്തെക്കുറിച്ചുള്ള കഥകൾ എഴുതിക്കൊണ്ടിരിക്കുന്നു. ഇതാർക്കാണ് ഇതിനകത്ത് താല്പര്യം? പുതിയ തലമുറ അതുമായിട്ടൊന്നും യാതൊരു ബന്ധവും ഇല്ല. അതുകൊണ്ട് അവരുടെ ജീവിതത്തെ അഡ്രസ്സ് ചെയ്യണം. അത് അത്തരം എഴുത്തുകാർ അവരുടെ ജീവിതത്തിൽ നിന്ന് ഉണ്ടാകുമായിരിക്കും, അവരുടെ കാലത്തു നിന്ന് ഉണ്ടാകുമായിരിക്കും. പക്ഷേ അത് നമ്മുടെയും കൂടെ ഉത്തരവാദിത്തമാണെന്നാണ് ഞാൻ കരുതുന്നത്. അത്തരം ജീവിതത്തെ അറിയുക. നമ്മളെപ്പോഴും ഒരു മലയാളത്തിലെ വായന മുമ്പേ പറഞ്ഞ പോലെ പരിസ്ഥിതി വായന, ജാതിയെ വെച്ചുള്ള വായന, ഇതൊക്കെ ഒരു അക്കാദമിക് തലത്തിൽ തീർച്ചയായിട്ടും പ്രാധാന്യമുള്ളതാണ്. പക്ഷേ പുതിയ തലമുറ ഇതിനെ എങ്ങനെ കാണുന്നു എന്നൊരു വലിയ പ്രശ്നമാണ്. കാരണം അവർ കുറച്ചുകൂടെ ഗ്ലോബൽ ആൾക്കാരാണ്. പുതിയ തലമുറയിലെ കുട്ടികൾ കുറച്ചുകൂടെ ഗ്ലോബൽ സിറ്റിസണാണ്. അവർ ലോകം മുഴുവൻ സഞ്ചരിക്കുന്നവരാണ്. നമ്മൾ കണ്ട ചെറിയ ജീവിതമല്ല അവർ കണ്ടത്. ഇപ്പോൾ ഒരു കാലഘട്ടത്തിൽ മലയാളത്തിൽ എഴുതപ്പെട്ട കഥകൾ 1990-കൾ 2000 വരെ എടുത്തു നോക്കിയാൽ പലതും ആഗോളവൽക്കരണത്തിനെതിരെയുള്ള കഥകളായിരുന്നു. ഭയങ്കര പ്രശ്നമാണ് ആഗോളവൽക്കരണം, ഭയങ്കര പ്രശ്നമായിട്ട് അതിനെതിരെയുള്ള കഥകളാണ് മലയാളത്തിൽ വന്നുകൊണ്ടിരുന്നത്. എത്ര എണ്ണം ഉണ്ടായിരുന്നു. നമ്മൾ പോലും പലപ്പോഴും അങ്ങനെ എഴുതിയിട്ടുണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം പക്ഷേ അത് നമ്മുടെ അന്നത്തെ ധാരണയായിരുന്നു. പക്ഷേ ഇന്ന് ലോകം ആഗോളീകരിക്കപ്പെട്ട് കഴിഞ്ഞു. ഇത് വിസയും പാസ്പോർട്ടും ഇല്ലാത്തൊരു രാജ്യത്തോട് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുക. അന്നേരമാണ് നമ്മൾ ഇത്തരം കഥകൾ എഴുതി നമ്മൾ ഒരുപാട് പഴയ കാലത്ത് ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കും അതിനകത്ത് ഉത്തരവാദിത്വം ഉണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. അതുപോലെ തന്നെ വിനോയ് പറഞ്ഞ പോലെ ഈ പാഠപുസ്തകങ്ങളുടെ കാര്യം പറഞ്ഞു. പണ്ട് DC ബുക്സ് കുറച്ച് വർഷം മുമ്പ് 5-6 വർഷം ഒരു വട്ടം കൂടി എന്ന് പറഞ്ഞൊരു പുസ്തകം ഇറങ്ങി. നമ്മളെല്ലാം പഠിച്ച പാഠപുസ്തകങ്ങളൊരു സമാഹാരം ഇറങ്ങി. അത് നമ്മളൊന്ന് മറിച്ച് നോക്കിയാൽ മനസ്സിലാവും എന്തുകൊണ്ടാണ് മലയാളത്തിലെ വായന നിന്ന് പോയത്, സാഹിത്യം അവസാനിച്ചതെന്ന് നമുക്ക് മനസ്സിലാവും. അത്ര ബോറൻ സാധനങ്ങളും, കാരണം എല്ലാം നമുക്ക് സഹിക്കാൻ വയ്യാത്ത സാധനങ്ങളാണ് അതിനകത്തുള്ളത്. അതായത് ശാകുന്തളം പഠിച്ചോട്ടെ, കുഴപ്പമൊന്നുമില്ല. പക്ഷേ അതിൻ്റെ 7ാം ക്ലാസ്സിലെ കുട്ടിക്ക് ശാകുന്തളം പഠിപ്പിച്ച് എന്ത് ചെയ്യാനാണ്? കുമാരനാശനെ പഠിപ്പിക്കുന്നത്. അവർക്ക് ഏറ്റവും രസകരമായ കഥകൾ പറഞ്ഞു കൊടുക്കുക. അതിനകത്ത് വളരെ ലിറ്ററേച്ചർ താല്പര്യമുള്ളവൻ കുമാരനാശനെ വായിച്ചോട്ടെ, അതൊരു കുഴപ്പമില്ല. അതാണൊരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നത്. നമ്മൾ തുടക്കത്തിൽ തന്നെ കുട്ടികളെ സാഹിത്യത്തിൽ നിന്ന് വല്ലാതെ അകറ്റിക്കളയുന്നു. പക്ഷേ പുതിയ തലമുറയായിട്ട് കൺവേ ചെയ്യുന്നവർ വായിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കുറച്ചൊക്കെ അവർ വായിക്കുന്നുണ്ട്. പുതിയ തലമുറയായിട്ട് നമ്മളെങ്ങനെ വിനിമയം ചെയ്യുന്നു എന്നുള്ളതാണ് പ്രധാനം. ഇപ്പോൾ സിനിമയിൽ തന്നെ പുതിയ തലമുറ വന്നപ്പോൾ എല്ലാം മാറിയില്ലേ? സിനിമാ പാട്ടിനകത്ത് ഉപയോഗിക്കുന്ന വരികൾ പോലും മാറിപ്പോയി. നമ്മുടെ കാലത്തെ കുളിരരുവിയും പൂഞ്ചോല ഇങ്ങനത്തെ കുളിർകാറ്റ് എല്ലാം തീർന്നു പോയി. ഇപ്പോൾ വേറെ വാക്കുകളാണ്, പാട്ടെഴുത്തിലാണ് അത് ഏറ്റവും കൂടുതൽ മാറിയത്. അത് കഥ പറയുന്ന രീതിയിൽ മാറി, എല്ലാത്തിലും മാറി. ആ മാറ്റം താരതമ്യം വരാത്തൊരു സ്ഥലം ലിറ്ററേച്ചറായിട്ട് എനിക്ക് തോന്നുന്നത്. സാഹിത്യത്തിലാണ് ആ മാറ്റം വരാത്തത് എന്നാണ് എനിക്ക് എൻ്റെ തോന്നൽ. വളരെ പ്രസക്തമായൊരു കാര്യമാണ് ഹരീഷ് ഭായ് പറഞ്ഞ ഒരു കാര്യം. എന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ സിനിമയിൽ എല്ലാവരും വിചാരിക്കുക എഴുത്തുകാരൻ ചെല്ലുമ്പോൾ സിനിമയിലൊരു സിനിമാക്കാർക്കൊരു നമ്മളോട് ഭയങ്കര സ്വീകാര്യത ഉണ്ടാകുന്നില്ല. കാരണം MD പത്മരാജനൊക്കെ എഴുതിയ പോലെ അതുപോലെ സിനിമയിലേക്കെന്നല്ലേ. പക്ഷെ ഞാൻ മനസ്സിലാക്കിയിടത്തോളം പുതിയ പിള്ളേർക്ക് ഈ പഴയ അമ്മാവൻ എഴുത്തുകാരോടൊരു പുച്ഛമാണ് ഉള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മളൊക്കെ സിനിമയിൽ ചെല്ലുമ്പം സാഹിത്യകാരനാണോ വേണോ
ഒന്ന് പ്രകൃതി ആയിരിക്കും എന്നുള്ള ഒരു ചെറിയൊരു ഭയം അവർക്കുണ്ട് സാഹിത്യകാരന്മാർ. അപ്പോൾ സാഹിത്യകാരനാണോ വേണോ ഇവർ മുടക്കിയ പൈസ തിരിച്ച് കിട്ടേണ്ട ഒരു ഇടപാടുമുണ്ട്. ഇവൻ സാഹിത്യം എഴുതി വെച്ചിട്ട് പടം കുളമാക്കും എന്നുള്ളതാണ്. പിന്നെ MD ഉണ്ടാക്കി വെച്ചൊരു പേര് ദോഷം എന്നാന്ന് വെച്ചാൽ ഒരു വാക്ക് പോലും വെട്ടാൻ പറ്റിയല്ല. അതായത് എഴുതിയ തിരക്കഥയെന്ന് ഒരു വാക്ക് പോലും വെട്ടാൻ പറ്റിയല്ല. MD അങ്ങനെയാണോ എന്ന് നമുക്കറിയത്തില്ല. ഒരു പറച്ചിൽ അങ്ങനെയാണ്. ഒരു പൊതുവെ സിനിമാ ലോകത്തുള്ളൊരു പറച്ചിൽ എഴുതിയ തിരക്കഥയിൽ നിന്നും ഒരു വാക്ക് പോലും വെട്ടാൻ പറ്റില്ല എന്നുള്ളതാണ്. അപ്പോൾ എന്താ സംഭവിക്കുക? നമ്മളത് ബലം പിടിച്ചു, സാഹിത്യകാരനാണ്, ഞാൻ എഴുതിയ തിരക്കഥയെന്നൊരു വാക്ക് പോലും വെട്ടാൻ പറ്റില്ല എന്നുള്ള കാര്യം. അപ്പോൾ അത് ഹരീഷ് ഭായി എന്നെ സിനിമയെ കൊണ്ടുവന്നത് പുള്ളിയാണ്. അപ്പം പുള്ളി ആദ്യം എന്നോട് പറഞ്ഞു, വിനോയ് ഇത് നമ്മുടെ പരിപാടിയല്ല, ഇത് സംവിധായകൻ്റെ പരിപാടിയാണ്. അപ്പോൾ അയാൾക്ക് വേണ്ടത് എന്താണോ അത് നമ്മൾ എഴുതി കൊടുക്കുക. അപ്പം നമുക്ക് എന്താണ് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ? ഇതാണ്, നല്ല സംവിധായകനെ നമുക്ക് ചൂസ് ചെയ്യണം. അതാണ് നമ്മുടെ ഓപ്ഷൻ, നമുക്കുള്ളൊരു ഓപ്ഷൻ. അല്ലാണ്ട് നമ്മളായിട്ടൊരു സിനിമ നേരത്തെ പറഞ്ഞ പോലെ എന്നെ എഴുതി ഉണ്ടാക്കാനൊന്നും നമുക്ക് പറ്റിയല്ല. സംവിധായകൻ എന്താണോ വേണ്ടത്, ഈ ഒരു കാര്യം മനസ്സിലാക്കാൻ ഈ എഴുത്തിൻ്റെ ആളുകൾക്ക് ഭയങ്കര മടിയുണ്ട്. അതിനോട് ഉൾക്കൊള്ളാൻ ഈ സിനിമ ഇതാണെന്നും സിനിമയുടെ ഭാഷ നമ്മളല്ല സൃഷ്ടിക്കേണ്ടതെന്നും അത് ഡയറക്ടർ സൃഷ്ടിക്കുന്ന ഭാഷയ്ക്കനുസരിച്ച് നമ്മൾ എഴുതുകയാണ് വേണ്ടതെന്നുള്ളൊരു കാഴ്ചപ്പാടുണ്ട്. ഈ കാഴ്ചപ്പാടിലേക്ക് എത്താൻ എഴുത്തുകാർക്കൊരു വൈമുഖ്യമുണ്ട്. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ എഴുത്തിനെ വ്യഭിചരിക്കുന്നു എന്ന് പറയുന്ന ഒരു പരിപാടി ആണെന്നോർത്തിട്ട് വൈമുഖ്യമുണ്ട്. ഇതൊക്കെയാണ് അതിനകത്ത്. അപ്പം പുതിയ തലമുറയോട് നമ്മൾ ഏറ്റുമുട്ടണമെങ്കിലേ ഭയങ്കര ടൂൾസ് വേണം. ഞാൻ നേരത്തെ ഇവിടെ നമ്മൾ സംസാരിച്ച പോലെ ഞാൻ സ്കൂളിൽ ലൈവായിട്ട് പഠിപ്പിക്കുന്ന ഒരാളെന്ന നിലയിൽ ഈ കൊറോണയ്ക്ക് മുമ്പ് നമ്മൾ ഭയങ്കര പുള്ളികളായിരുന്നു മാഷന്മാർ, കൊറോണ വരുന്നതിന് മുമ്പ്. കാരണം മൊബൈലിലുള്ള ഗൂഗിൾ സെർച്ച് നമ്മുടെ കയ്യിലേ ഉള്ളൂ, ഈ പിള്ളന്മാരുടെ കയ്യിൽ ഗൂഗിൾ സെർച്ച് ഇല്ല. അതുകൊണ്ട് നമുക്കാണ് ഈ അറിവെല്ലാം ഉള്ള, അറിവിൻ്റെ മൊത്തത്തിലുള്ള ടോട്ടൽ മുതലാളി നമ്മളാണ്. അപ്പോൾ അതും പറിച്ചുകൊണ്ടിരുന്നു. പക്ഷേ കൊറോണേൻ്റെ സമയത്ത് നിവൃത്തിയില്ലാതെ നമ്മൾ മൊബൈൽ ഫോണ് ഈ കുട്ടികളുടെ കയ്യിലേക്ക് കൊടുത്തു. ഈ കുട്ടികളുടെ കയ്യിലേക്ക് മൊബൈൽ ഫോൺ കൊടുത്തോടുകൂടി അവരെന്തായി, അവർ ഈ ഗൂഗിളിൽ പരിധിയില്ലാത്ത സെർച്ച് ചെയ്യാൻ തുടങ്ങി. അതോടെ നമ്മുടെ കയ്യിലുണ്ടായിരുന്ന പിടി വിട്ടുപോയി. അറിവിൻ്റെ മുതലാളി എന്നുള്ള ആ പരിപാടി നമ്മുടെ കയ്യിൽ നിന്ന് പോയി. ഇപ്പം പിള്ളേരോടാണ് ഞാൻ ഓരോന്നും ചോദിക്കുന്നത്. കാരണം നമ്മൾ പഠിപ്പിച്ചുകൊണ്ടിരുന്ന പാഠപുസ്തകം ഒരു ആവശ്യവുമില്ലാത്ത കുറേ സാധനമാണ് നമ്മൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കുട്ടിക്ക് ജീവിതത്തിൽ ഇനിയങ്ങോട്ട് ഒരു പ്രയോജനമില്ലാത്ത കുറേ കാര്യം പഠിപ്പിക്കാനാണ് ഈ പാഠപുസ്തകത്തിലുള്ളത്. അപ്പം അത് വിട്ടിട്ട് അവൻ എന്ത് ചെയ്തു? അവൻ്റേതായ സ്വാതന്ത്ര്യത്തിൽ അന്വേഷിച്ച് പോവുകയും അവൻ കുട്ടികൾ നമ്മളെ പഠിപ്പിക്കുന്ന ഗുരുക്കന്മാരായി മാറുകയും ചെയ്തു. ഇപ്പം ഞാൻ എൻ്റെ മക്കളോടും ഞാൻ എൻ്റെ ക്ലാസ്സിലുള്ള പിള്ളേരോടും ചോദിച്ചിട്ടാണ് ദൈനംദിന ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാകുന്നത്. അപ്പം ഞാനിപ്പോൾ എൻ്റെ അധ്യാപകരോട് ആരോടെങ്കിലും ചോദിച്ചാൽ ഹനുമാൻ കൈൻ്റെ ആരാന്ന് ചോദിച്ചാൽ അവർക്കറിയില്ല. ഈ നമ്മുടെ പൊന്നാനിയിലെ മറ്റേ മരണക്കിണർ കളിയെ ലോകത്തിൻ്റെ ഉന്നതങ്ങളിൽ എത്തിച്ചിട്ട് ഇപ്പം ലോകം മുഴുവൻ അതിൻ്റെ പുറകെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന പോപ്പ് സംഗീതജ്ഞനാണ് പുള്ളി. അപ്പം റാപ്പാണ്. അപ്പം അയാളെ നമ്മുടെ അധ്യാപകർക്ക് ആർക്കും മിക്കവാറും അറിയില്ല. പക്ഷേ കുട്ടികൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പം ഞാൻ പറഞ്ഞത്, ഇങ്ങനെ മലയാളത്തെ പ്രൊഫഷണലായി കാണാൻ നമ്മുടെ ഭാഷയെ വ്യത്യസ്ത രീതിയുണ്ട്. വ്യത്യസ്തമായ എല്ലാ ആവിഷ്കാരങ്ങളും കലയുടെ വ്യത്യസ്തമായ പരിപാടികളാണ്. അതിന് ഈ പൈങ്കിളി ആണേലും അതാണേലും ഇതാണേലും ഇതിനെല്ലാത്തിനെയും കൂടെ ചേർത്തിട്ടുള്ളതാണ് ഈ മലയാളം എന്ന് പറയുന്നത്. അല്ലാണ്ട് വേറെ മലയാള സാഹിത്യമോ സംസ്കാരം എന്ന് പറയുന്ന ഒന്നുമില്ല. ഇതിനെ ഉൾക്കൊള്ളാനുള്ള പുതിയ തലമുറ അതിനെ ഉൾക്കൊണ്ട് കഴിഞ്ഞു. ലോകം മുഴുവൻ അതിനെ എത്തിക്കാനുള്ള ശ്രമമാണ് അവർ നടത്തുന്നത്. അപ്പോൾ അവരോടൊപ്പം സഞ്ചരിക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മൾ കാണുന്ന ഒരു ഇത്. എനിക്ക് ഇപ്പോൾ നിങ്ങൾ രണ്ടുപേർ പറഞ്ഞ കാര്യം കറക്റ്റാണ്. പക്ഷേ എങ്കിലും ചെറിയൊരു വിയോജിപ്പുണ്ട് എനിക്ക്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ രണ്ടുപേർ ഹരീഷും വിനോയും പറഞ്ഞത് സാഹിത്യം കണ്ടംപററി ആവുക എന്നുള്ളതാണ്. അതായത് ഈ കാലഘട്ടത്തിന് വേണ്ടുന്ന ഈ ഒരു തലമുറക്ക് നിങ്ങൾ എന്ത് കൊടുക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ചോദിക്കുന്നത്. പക്ഷേ ഈ കണ്ടംപററി ആവുക എന്നുള്ളതിൻ്റെ അർത്ഥം ഏറ്റവും സമകാലികമാവുക എന്നുള്ള അതിൻ്റെ അർത്ഥത്തിൽ നോക്കിയിട്ട് കാര്യമില്ല. അപ്പം അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ സിനിമയുടെ കാര്യം നമ്മൾ വളരെ ലളിതമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഭ്രമയുഗം എന്ന് പറഞ്ഞ സിനിമ ഓടി. ഭ്രമയുഗം എന്ന് പറഞ്ഞ സിനിമ ഏതാ പറയുന്നത്, ഈ പറയുന്ന പോലെ അതായത് ഒരു ഫാരി ടൈൽ പോലെ ഒരു മിത്ത് ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ട്, മിത്തൊന്നും അല്ലെങ്കിലും അതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു സംഭവമാണ്. ആ സിനിമ ഒരിക്കലും ഓടാൻ പാടില്ല. അതും ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ് എടുത്തിരിക്കുന്നത്. പക്ഷെ അതിനകത്ത് ഈ ഒരു പ്രശ്നത്തെ, ഈ ഒരു സിനിമ, ഈ ഒരു കണ്ടൻറ്റിനെ നിങ്ങൾ എത്രയും ആളുകൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഏറ്റവും ലളിതമായിട്ട് നിങ്ങളത് എങ്ങനെ പറഞ്ഞു എന്നുള്ളതാണ് അതിൻ്റെ ഒരു കാര്യം.
അപ്പോൾ നിങ്ങൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഒരുപാട് നോവലുകൾ അതേപോലെ തന്നെ സിനിമകൾ ഒക്കെ തന്നെ ഈ ഹിറ്റ്ലറുടെ കാലഘട്ടത്തിൽ നടക്കുന്ന സിനിമകൾ ഇപ്പോഴും വന്നിട്ട് ഇപ്പോഴും ഫെസ്റ്റിവലിന് പോയി കഴിഞ്ഞാൽ ഇതന്നെയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അതൊന്ന് കണ്ട് നമ്മൾ ആസ്വദിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഏത് കാലഘട്ടത്തിൽ നടന്നു എന്നുള്ളതിൻ്റെ ഒരു പ്രശ്നവുമില്ല. കാരണം ഇപ്പോൾ നിങ്ങൾ എഴുതുന്ന ഇപ്പോൾ മീശ എന്ന് പറയുന്ന ഒരു നോവൽ വായിക്കപ്പെടുന്നത് എങ്ങനെയാണ്? മീശ എന്ന് പറയുന്ന നോവൽ വായിക്കപ്പെടുന്നത് അത് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു നാടിൻ്റെ ചരിത്രമാണ് അതിനകത്ത് വരുന്നത്. പക്ഷേ അല്ലെങ്കിൽ ഇപ്പോൾ ഓഗസ്റ്റ് 17 എന്ന് പറഞ്ഞ നോവൽ ഈ ബഷീറിനെ കുറിച്ചിട്ടാണ് സംസാരിച്ചു കൊണ്ടിരുന്നത്. ബഷീറിനെ കുറിച്ചിട്ടും മറ്റേ ദിവാൻ ഭരണത്തിനെ കുറിച്ചിട്ടും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അതിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ 2 നോവലുകളും ഇവിടുത്തെ ജനങ്ങൾ എന്ത് ചെയ്തു? സ്വീകരിച്ചു എന്നുള്ളതാണ്. അപ്പോൾ അത് സ്വീകരിക്കുന്നത് എങ്ങനെയാണ്? അത് വളരെ ലളിതമായിട്ട് ജനങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ വായനക്കാരിലേക്ക് എത്തിക്കുന്ന രീതിയിൽ ആവിഷ്കരിക്കാനുള്ള ഒരു ശ്രമം ആരുടെ ഭാഗത്തുണ്ടായി? എഴുത്തുകാരൻ്റെ ഭാഗത്തുണ്ട്. അപ്പോഴാണ് അത് കണ്ടംപററി ആയിട്ട് മാറുന്നത്. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ നോക്കേണ്ട കാര്യമില്ല. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന പോലെ ഇപ്പോൾ പറയുന്ന ആളുകൾക്ക് വേണ്ടുന്ന സിപ്പപ്പ് കൊടുക്കുക എന്ന് പറയുന്ന പരിപാടി നടക്കില്ല. നമ്മൾ സിപ്പപ്പും മറ്റേ ഇത് മാത്രമേ കൊടുക്കൂ എന്ന് പറഞ്ഞു നിന്നിട്ട് കാര്യമില്ല. അങ്ങനെ പോയിക്കഴിഞ്ഞാൽ നമ്മൾ എഴുത്തുകാരാണ് തകർന്നു പോകുന്നത്. ആത്യന്തികമായി ഏത് കാലഘട്ടത്തിൽ നോക്കിക്കഴിഞ്ഞാലും നമ്മൾ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം തന്നെയാണ്. ആത്യന്തികമായി മനുഷ്യാവസ്ഥയുടെ പ്രശ്നങ്ങൾ പറയുക എന്നുള്ളതാണ്. അത് ഏത് കാലഘട്ടത്തിൽ നിന്നും നമ്മൾ നോക്കേണ്ടത് കാര്യമില്ല. പക്ഷെ അത് എന്ത് ചെയ്യണം? ഏത് കാലഘട്ടത്തിലും അത് വായനക്കാരിലേക്ക് എന്ത് ചെയ്യണം? സന്നിവേശിപ്പിക്കാനുള്ള ഒരു കഴിവ് ആർക്കുണ്ടാവണം? എഴുത്തുകാരനുണ്ടാവണം എന്നുള്ള. അങ്ങനെ വരുമ്പോഴാണ് എഴുത്തുകാരൻ കണ്ടംപററി ആവുന്നതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് സന്തോഷം പറഞ്ഞ കറക്റ്റാണ്, ശരിയാണ്. അതിനോട് ഞാൻ യോജിക്കുകയാണ് ചെയ്യുന്നത്. അതായത് നമ്മൾ ചരിത്രമോ രാഷ്ട്രീയമോ ഒന്നും എഴുത്തിൽ ഉപയോഗിക്കരുത് എന്നല്ല പറഞ്ഞത്. അങ്ങനെ ഉപയോഗിക്കാതിരിക്കാൻ പറ്റില്ല ഒരിക്കലും. ഇപ്പോൾ ചരിത്രമോ രാഷ്ട്രീയമോ എഴുത്തിൽ ഉപയോഗിക്കരുത് എന്നല്ല പറഞ്ഞത്. അത് ഉപയോഗിക്കാതിരിക്കാൻ പറ്റില്ല. തീർച്ചയായിട്ടും അത് എഴുത്തുകാരുടെ ടൂള് തന്നെയാണ്. ചരിത്രമൊക്കെ ടൂള് തന്നെയാണ്, രാഷ്ട്രീയം ടൂളാണ്, എല്ലാം നമുക്ക് ഉപയോഗിക്കാം. പക്ഷെ അത് എന്തുകൊണ്ട് പുതിയ തലമുറയിലേക്ക് എത്തിപ്പെടാൻ ഇന്നത്തെ കാലത്ത് എഴുത്തുകാർക്ക് പറ്റുന്നില്ല എന്ന ചോദ്യമാണ് ഞാൻ ചോദിച്ചത്. നമ്മളെപ്പോഴും പലപ്പോഴും മലയാളം എഴുത്തിൽ ഉപയോഗിക്കുന്ന അതിഭയങ്കരമായ സാഹിത്യഭാഷ എന്ന് നമ്മൾ കരുതുന്ന ഒരുതരം സങ്കീർണമായ ഭാഷ എല്ലാം ലളിതമാക്കണം എന്നുള്ള അർത്ഥത്തിലല്ല വരുന്നത്. ഇപ്പോൾ നല്ല ലോകസാഹിത്യം എനിക്ക് എൻ്റെ പരിമിതമായ വായന വെച്ച് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് അധികം അലങ്കാരങ്ങൾ ഉപയോഗിക്കാതെ അധികം സങ്കീർണമല്ലാത്ത ഭാഷയിൽ എഴുതപ്പെടുന്ന നോവലുകളാണ് മികച്ച നോവലുകളെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. പക്ഷെ നമ്മൾ പലപ്പോഴും അങ്ങനെയല്ല. നമ്മൾ ഭയങ്കര സങ്കീർണമായ ഉപമകളിലേക്കും സങ്കീർണമായ ഉൾപ്രേക്ഷയൊക്കെയുള്ള നീണ്ട വാചകങ്ങളിൽ കൂടി എഴുതുന്നത് അതൊരിക്കലും മലയാള ഭാഷയ്ക്ക് പലപ്പോഴും ചേരുന്ന രീതി പോലും ആയിരിക്കില്ല. ഇതൊക്കെ കൊണ്ടായിരിക്കാം ഒരു പക്ഷേ മലയാളികൾ പുതിയ തലമുറ നമ്മുടെ എഴുത്ത് വായിക്കാത്തത് എന്നൊരാശങ്കയാണ് ഞാൻ പങ്കുവച്ചത്. അല്ലാതെ ചരിത്രം വായിക്കാൻ അവർക്ക് ഇഷ്ടക്കുറവൊന്നും ഉണ്ടായിട്ടല്ല. അത് തീർച്ചയായിട്ടും അവർ വായിക്കും. രാഷ്ട്രീയത്തിൽ നമ്മളെക്കാളും ബോധ്യം അവർക്കുണ്ട്. പക്ഷെ നമ്മൾ കൈകാര്യം ചെയ്യുന്ന രാഷ്ട്രീയം ഇത്തിരി പഴയതാണോ എന്നൊരാശങ്കയാണ് ഞാൻ പങ്കുവച്ചത്. ഇത് അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന രാഷ്ട്രീയമാണോ അതോ കാലഹരണപ്പെട്ടു പോയ മരിച്ചുപോയ രാഷ്ട്രീയത്തെയാണോ നമ്മൾ പിന്തുടരുന്നത് എന്നൊരു ചോദ്യവും കൂടെ അതിനകത്തുണ്ട്. അതാണ് എനിക്ക് പ്രശ്നം തോന്നിയത്. ഞാൻ പറഞ്ഞത് ഇപ്പോൾ ഈ സബ്ജക്റ്റ് എടുക്കുന്ന കാര്യത്തിലല്ല, ഇതിൻ്റെ ഈ ടെക്നോളജി ഉപയോഗിക്കുന്ന, ആഖ്യാനത്തെ ഉപയോഗിക്കുന്ന ആ തന്ത്രങ്ങളിലാണ്. അതിൽ ഇപ്പം ഓഗസ്റ്റ് 17 എടുക്കുകയാണെങ്കിൽ ഇന്നത്തെ ഇന്ത്യൻ അവസ്ഥയാണ് ശരിക്കും ഹ്യൂമറിലൂടെ അതിലൂടെ പറഞ്ഞിരിക്കുന്നത്. ശരിക്കും പറഞ്ഞിരിക്കുന്നത് ഒരു ഹിന്ദു രാഷ്ട്രമുണ്ടായാൽ എന്തായിരിക്കും അവസ്ഥ, അവിടുത്തെ സാഹിത്യകാരന്മാരുടെ അവസ്ഥ എന്തായിരിക്കും, അവിടുത്തെ ചരിത്രകാരന്മാരുടെ അവസ്ഥ എന്തായിരിക്കും, ആ അവസ്ഥയെ വളരെ ഹ്യൂമറസ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. ആ ഹ്യൂമർ ടൂൾ എന്ന് പറയുന്നത് പുതിയ കാലത്തിൻ്റെ ടൂളാണ്. അതുപോലെ തന്നെ ഇതുപോലൊരു ചിന്ത പഴയ രാഷ്ട്രീയത്തിലില്ല, പഴയ സാഹിത്യത്തിൽ. എന്താണ് ഇങ്ങനെയായിരുന്നു നടന്നതെങ്കിൽ. ഇത് എനിക്ക് തോന്നുന്ന ഒരു ടൈം ട്രാവൽ കൺസെപ്റ്റാണ് ഹരീഷ് ഭായ് കൊണ്ടുവന്നിരിക്കുന്നത്. ഓഗസ്റ്റ് 17 ആ മുഹൂർത്തത്തിൽ പോയി, ഇന്ത്യ സ്വാതന്ത്ര്യം പ്രാപിക്കുന്ന ആ മുഹൂർത്തത്തിൽ പോയി അവിടെ നിന്നും തിരുവിതാംകൂർ എന്ന രാജ്യം സ്വതന്ത്രമായി നിലനിൽക്കാൻ ഒരു തീരുമാനം എടുക്കുകയാണ്. അങ്ങനെ ആയിരുന്നെങ്കിൽ ഈ ടൈം ട്രാവൽ മൂവിയുടെ ഒക്കെ ഒരു സാധനം എന്ന് പറഞ്ഞാൽ പൂർവ്വകാലത്ത് പോയിട്ട് അതൊന്ന് കറക്റ്റ് ചെയ്യുക. ഇതുപോലെ ഒരു കറക്ഷൻ അവിടെ നടന്നിരുന്നെങ്കിൽ എന്താകുമായിരുന്നു? ഈ ഒരു അറ്റംപ്റ്റാണ് എന്ന് പറഞ്ഞാൽ ഏറ്റവും പുതിയ ടെക്നോളജിയാണ് ഞാൻ പറയുന്ന ഓഗസ്റ്റ് 17 എഴുതാൻ ഉപയോഗിച്ച ആ ടെക്നോളജി. അതെ, അതിൻ്റെ ഭാഷ, അതെ, അതിൻ്റെ ആ രൂപങ്ങളെല്ലാം അതെ. അപ്പം ഞാൻ പറഞ്ഞ ഈ രീതിയിൽ അപ്ഡേറ്റ് ചെയ്യപ്പെടുക എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ച ഒരു കാര്യം. അതിപ്പം പഴയ ആളുകൾക്ക് ചിലപ്പോൾ അങ്ങനെ ചിന്തിക്കാൻ പറ്റിയല്ല. എങ്ങനെ നടക്കാത്തൊരു കാര്യം, ചരിത്രത്തിൽ നടക്കാത്ത ഒരു കാര്യത്തെ പെട്ടെന്ന് തന്നെ പറയുമ്പോൾ ഉൾക്കൊള്ളാൻ
അതൊരു പറ്റില്ലാത്തൊരു സാഹചര്യമായിരുന്നു. അതിനെയാണ് പുള്ളി ബ്രേക്ക് ചെയ്തത്. ഇത്തരത്തിലുള്ള ബ്രേക്കിംഗ് പരിപാടികളിലൂടെ മാത്രമാണ് നമുക്ക് അങ്ങനെ ആ പുതിയ കാലത്തെ അങ്ങനെ സ്വീകരിക്കണം. അല്ലാതെ നമ്മൾ എന്നുള്ള ഒരർത്ഥത്തിലാണ് ഞാൻ അതിനെ ഉദ്ദേശിച്ചത്. അല്ലാണ്ട് നമുക്ക് ചരിത്രത്തെ വിട്ടിട്ടോ പോയ കാലത്തെ വിട്ടിട്ടോ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല, സാഹിത്യത്തിൽ പറ്റില്ലല്ലോ. അപ്പം ഇതിനെയൊക്കെ എങ്ങനെ പുതിയ രൂപത്തിൽ അടിക്കാം, അതാണ് ഞാൻ പറയുന്നത്. ഞാനിപ്പോൾ ഈ ആവേശം എന്ന് പറയുന്ന സിനിമ ഒരു കൊമേഴ്സ്യൽ ഒരു പരിപാടിയാണ്. പക്ഷേ അതിൻ്റെ ഉള്ളിൽ പോലും ഒരു ഐഡൻറ്റിറ്റി മോഷ്ടിക്കുന്നു എന്ന് പറയുന്ന ഭയങ്കര ഒരു സാധനം ഇങ്ങനെ കിടക്കുകയാണ്. ആ ഇയാളുടെ പഴയൊരു ഗുണ്ടയുണ്ട്, അയാളുടെ ആയിരുന്നു വെള്ള ഷർട്ടും സ്വർണ്ണമാലയും സംഭവമൊക്കെ അയാളുടേതായിരുന്നു. ഈ ഫഹദിൻ്റെ ക്യാരക്ടർ അത് മോഷ്ടിച്ചെടുത്തു. ഇതാണ് അയാളുടെ ശത്രുത. എൻ്റെ ഐഡൻറ്റിറ്റി നീ കൊണ്ടുപോയി. ഇത്തരത്തിൽ പുതിയ രീതിയിൽ എങ്ങനെ ഇത്തരം കണ്ടൻറ്റുകളെ നമുക്ക് പുതിയ ചെറുപ്പക്കാർക്ക് പറ്റുന്ന രീതിയിലേക്ക് അവതരിപ്പിക്കുക, ഈ ഒരു പരീക്ഷണങ്ങളും പരിപാടികളും എഴുത്തുകാരും മേക്കേഴ്സും നടത്തിക്കൊണ്ടിരിക്കണം. ഇതാണ് ഞാൻ ഉദ്ദേശിച്ചതിൻ്റെ ഒരു കാര്യം.